ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1 പാർട്ട് 11 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡി സി ജനറേറ്റേഴ്സ് ബേസ്ഡ് ഓൺ ഫീൽഡ് കണക്ഷൻ, നെക്സ്റ്റ് കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് 3-phase ആൾട്ടർനേറ്റർ, തന്നെ സാലിയൻറ്റ് പോൾ നോൺ സാലിയൻറ്റ് പോളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പുതിയൊരു ടോപ്പിക്കാണ്. ഈ ഒരു മൊഡ്യൂൾ തന്നെ വ്യത്യസ്തമായിട്ടൊരു ടോപ്പിക്കാണ്. നമ്മൾ ബാറ്ററി അതുപോലെ സെല്ലുകളെ കുറിച്ച് ഇതാണ് നമ്മൾ പുതിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എന്താണ് സെല്ല്? അപ്പം നമ്മൾ ഇനി ജനറേറ്ററും മോട്ടോറും ആൾട്ടർനേറ്ററും ഒക്കെ തൽക്കാലം ഒഴിവാക്കിയിട്ട് സെല്ലിലേക്ക് വരാം. എന്താണ് സെല്ല്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതൊരു വാഹനങ്ങളിലായിക്കോട്ടെ, നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ബാറ്ററി എന്ന് പറയുന്നത്. അഥവാ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ്. അഥവാ സ്റ്റോർ ചെയ്യുക മാത്രമല്ല, അതിന് നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആവശ്യമാകുമ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും കൂടി ചെയ്യും. ഇപ്പോൾ നമ്മൾ കാറുകളിലാണെങ്കിൽ ബാറ്ററി, മോഡേൺ കാറുകൾ നിർബന്ധമാണ് അല്ലേ? ഇലക്ട്രോണിക് ഡിവൈസ്, എൻജിൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അതിന് എൻജിൻ സിസ്റ്റംസൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിലും, അതുമാത്രമല്ല അതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റംസ് എല്ലാം കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിന് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാത്ത കണ്ടീഷൻസിലൊക്കെ ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ബാറ്ററിയിൽ നിന്നാണ്. അപ്പോൾ ഒരു ബാറ്ററി ഉണ്ടാക്കിയതിൽ ഒരുപാട് സെല്ലുകൾ കൂടിയിട്ടാണ്, ഇലക്ട്രോ കെമിക്കൽ സെൽസ്. അപ്പോൾ ആ സെല്ല് എന്താണ്, ബാറ്ററി എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെല്ലുകൾ, അതുപോലെ നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കാറുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സെല്ലിനെ കുറിച്ചും ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സെല്ല്? എ സെൽ ഈസ് എ സോഴ്സ് ഓഫ് EMF in which chemical reaction is converted to electrical energy. പല രീതിയിലും ഡിഫൈൻ ചെയ്യാം. ഇതൊരു ഡെഫിനിഷനാണ്. എന്താണ്? ഇറ്റ്സ് എ സോഴ്സ് ഓഫ് EMF. അത് EMFൻ്റെ സോഴ്സാണ്. EMF എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അഥവാ വോൾട്ടേജ്. ഒരു വോൾട്ടേജ് സോഴ്സാണ്, ഒരു വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സാണ്. അഥവാ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ ചലിപ്പിക്കാൻ ആവശ്യമായ ഫോഴ്സ്. അത് തന്നെയാണ് വോൾട്ടേജ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സോഴ്സാണ് ഒരു സെല്ല് എന്ന് പറയുന്നത്, ഇലക്ട്രോ കെമിക്കൽ സെല്ല്. ഇൻ വിച്ച് അതിലെന്താ സംഭവിക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ എനർജിനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന ഒരു ഡിവൈസ്, അല്ലെങ്കിൽ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന ഒരു സോഴ്സ് ഓഫ് EMF. അതാ കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കാണുന്നത്. ഈ കെമിക്കൽ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രോൺസ്, ആ ഇലക്ട്രോൺസാണ് ഇലക്ട്രോൺസിൻ്റെ വ്യത്യാസമാണ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് സോഴ്സ് ഓഫ് EMF ആയിട്ട് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സെൽ ഈസ് എ സോഴ്സ് ഓഫ് EMF ഇൻ വിച്ച് കെമിക്കൽ റിയാക്ഷൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. സെൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളാണ്. ഇനി എ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡപ്പ് ഓഫ് നമ്പർ ഓഫ് സെൽസ്. ഒരുപാട് സെല്ലുകൾ കൂടിയതാണ് ഒരു ബാറ്ററി എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജിനനുസരിച്ച് നമ്മൾ സെല്ലുകൾ കമ്പൈൻ ചെയ്ത്, ഇലക്ട്രോ കെമിക്കൽ സെൽസ് കമ്പൈൻ ചെയ്തുണ്ടാക്കിയതാണ് ഒരു ബാറ്ററി എന്ന് പറയുന്നത്. ഇനി ഒരു സെല്ലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് 2 മെറ്റൽ പ്ലേറ്റ്സ്. 2 മെറ്റൽ പ്ലേറ്റുകൾ ഉണ്ടാവും മെയിനായിട്ട്. അതിനെയാണ് നമ്മൾ ഇലക്ട്രോഡ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഇലക്ട്രോഡ്സ്? ഒരു പോസിറ്റീവ് ഇലക്ട്രോഡും ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ടാവും. അതാണ് 2 മെറ്റൽ പ്ലേറ്റ്സ്, അതാണ് ഇലക്ട്രോഡ്സ്. ആ ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, 2 വ്യത്യസ്ത മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ 2 വ്യത്യസ്ത മെറ്റീരിയലിൻ്റെ എന്താണ് അല്ലെങ്കിൽ 2 വ്യത്യസ്ത മെറ്റലിൻ്റെ എന്താണ് ഇലക്ട്രോഡ്സ് ഉണ്ടാവും. അപ്പോൾ സെൽ കൺസിസ്റ്റ് ഓഫ് 2 മെറ്റൽ പ്ലേറ്റ്സ് വിത്ത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് immersed in a suitable solution. അതിനെ നമ്മൾ സ്യൂട്ടബിൾ സൊല്യൂഷൻ, നമുക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് പറ്റുന്ന അതിന് യോജിച്ചിട്ടുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷനിൽ ഇമ്മേഴ്സ് ചെയ്യുന്ന മുക്കി വെക്കുക. മുക്കി വെക്കുക
അഥവാ ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ ഒരു സെല്ലിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, 2 ഇലക്ട്രോഡ്സും ഉണ്ടാവും. ഇലക്ട്രോഡ്സ് എന്ന 2 മെറ്റൽ പ്ലേറ്റ്സുകളാണ്. അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസുമായി കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അത് നമ്മൾ അതിനെയാണ് എന്താണ് ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു ഇലക്ട്രോലൈറ്റ് അഥവാ ഒരു സൊല്യൂഷനിൽ ഇമ്മേഴ്സ് ചെയ്തിട്ടുണ്ടാവുക. ഇനി അതിൽ തന്നെ ആ ഇലക്ട്രോഡ്സ് പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടാവും, നെഗറ്റീവ് ഇലക്ട്രോഡ് ഉണ്ടാവും. പോസിറ്റീവ് ഇലക്ട്രോഡ് ഈസ് കാൾഡ് ആനോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ് ഈസ് കാൾഡ് കാഥോഡ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. നെക്സ്റ്റ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി കൺസ്ട്രക്ഷൻ ഓഫ് സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ച് സെല്ലുകളെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രൈമറി ടൈപ്പ് ആൻഡ് സെക്കൻഡറി ടൈപ്പ്. പ്രൈമറി സെല്ലുകളുണ്ട്, സെക്കൻഡറി സെല്ലുണ്ട്. ഇതിൻ്റെ കമ്പാരിസൺ നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് പ്രൈമറി സെല്ല്, എന്താണ് സെക്കൻഡറി സെല്ല്? പ്രൈമറി സെല്ല് എന്ന് പറഞ്ഞാൽ ഈഫ് ഡിസ്ചാർജ് വൺസ്, ഒരു വട്ടം അതിൽ നിന്ന് നമ്മൾ കറണ്ട് വലിച്ചെടുക്കുക, അതാണ് ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറയുക. ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ കറണ്ട് ഉപയോഗിക്കുക, അത് നമ്മൾ പൊട്ടൻഷ്യൽ സോഴ്സ് ആയിട്ട് ഒരു സർക്യൂട്ടിൽ കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് കറണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ലോഡിലേക്ക് ലൈറ്റ് കത്തിക്കാനോ ഒരു ഫാൻ വർക്ക് ചെയ്യാനോ എന്തെങ്കിലും ഒരു സംഭവത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൺസ് ഡിസ്ചാർജ്ഡ്, അത് ഫുള്ളാണ് ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീചാർജ് ചെയ്യാൻ പറ്റൂല. അതാണ് പ്രൈമറി സെൽ എന്ന് പറയുന്നത്. അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ ഇറിവേഴ്സിബിൾ ആണ്, റിവേഴ്സിബിൾ അല്ല. അഥവാ കെമിക്കൽ റിയാക്ഷൻ ഒരു വട്ടം നടന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പഴയ അവസ്ഥയ്ക്ക് കൊണ്ടുവരാൻ കഴിയില്ല. എന്നാൽ സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ ഇഫ് ഡിസ്ചാർജ്ഡ് വൺസ്, അതൊരു സെല്ലാണ്. ആ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് ക്യാൻ ബി റീചാർജ്ഡ് അഗെയിൻ, വീണ്ടും നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. വീണ്ടും അതിലേക്ക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? പഴയ അവസ്ഥയിലേക്ക് എത്തി നമുക്ക് അതിലേക്ക് ആവശ്യമുണ്ടാകുമ്പോൾ കറണ്ട് സ്റ്റോർ ചെയ്യാനും അതിൽ നിന്ന് റിമൂവ് ചെയ്യാനും പറ്റും. അതാണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈമറി സെല്ലിൽ കെമിക്കൽ റിയാക്ഷൻ ഇറിവേഴ്സിബിൾ ആണ്, നോട്ട് റിവേഴ്സിബിൾ ആണ്. എന്നാൽ സെക്കൻഡറി സെല്ലിൽ കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ്. ആ ഒരു പോയിന്റ് കൂടി ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യണം. നെക്സ്റ്റ്, ലൈറ്റ് ഇൻ വെയ്റ്റ്. പ്രൈമറി സെല്ല് ലൈറ്റ് ഇൻ വെയ്റ്റ് ആണ്, വെയ്റ്റ് കുറവായിരിക്കും. സെക്കൻഡറി സെല്ല് ഹെവി ഇൻ വെയ്റ്റ്, വെയ്റ്റ് കൂടുതലായിരിക്കും. നെക്സ്റ്റ്, പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ ഇൻ്റർമിറ്റൻറ്റ് യൂസ് വിത്ത് ലോ കറണ്ട് റേറ്റ്. ചെറിയ കറണ്ട് റേറ്റിൽ കുറച്ച് കാലം യൂസ് ചെയ്യാൻ ഇത് പറ്റുള്ളൂ. എന്നാൽ സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് യൂസ്, കുറേ കാലത്തിന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വിത്ത് ഹൈ കറണ്ട് റേറ്റ്, കൂടുതൽ കറണ്ട് നമുക്ക് വലിക്കാൻ പറ്റും. നെക്സ്റ്റ്, പ്രൈമറി സെല്ലിന് ഷോർട്ട് ലൈഫാണ്, എന്നാൽ സെക്കൻഡറി സെല്ലിന് ലോങ് ലൈഫാണ്. നെക്സ്റ്റ്, പ്രൈമറി സെല്ല് ലോ കോസ്റ്റാണ്, സെക്കൻഡറി സെല്ല് ഹൈ കോസ്റ്റാണ്. എന്നാൽ പ്രൈമറി സെല്ലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോ മെയിൻ്റനൻസ്, അതിനൊരു മെയിൻ്റനൻസിൻ്റെ ആവശ്യമില്ല. എന്നാൽ സെക്കൻഡറി സെല്ല് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചാർജിങ് റീചാർജിങ് ചെയ്യാൻ പറ്റിയത്, നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ ചാർജിങ്ങും റീചാർജ് ചെയ്യാനൊക്കെ പറ്റിയത് എന്താണ്, ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് അത് സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ട്. അഥവാ അതിന് ഇലക്ട്രോലൈറ്റിൻ്റെ സ്ട്രെങ്ത്തും ലെവലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് മെയിൻ്റനൻസ് അതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ്, ഇതിന് എക്സാമ്പിൾ, പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡാനിയൽ സെല്ല്, ഡ്രൈ സെല്ല്, ലെക്ലാൻഷ്യ സെല്ല്. എന്നാൽ സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾസ് ആണ് ലെഡ് ആസിഡ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്, നിക്കൽ അയൺ സെല്ല്, ലിഥിയം അയൺ സെല്ല്. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺസിൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ലെഡ് ആസിഡ് സെല്ല്, നമ്മൾ കാറുകളിലൊക്കെ ഇത്രയും കാലം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലെഡ് ആസിഡ് സെല്ല് അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററി. എന്നാൽ നമ്മൾ പെൻസിൽ ബാറ്ററി എന്ന് പറയുന്നത് അത് ഡ്രൈ സെല്ലാണ്. പിന്നെ അതുപോലെ തന്നെ ബട്ടൺ സെല്ലൊക്കെ ഉണ്ട്, അതൊക്കെ ലെക്ലാൻഷ്യ സെൽ, ഡാനിയൽ സെൽ, ഇതൊക്കെ പ്രൈമറി സെല്ലുകളാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലെഡ് ആസിഡ് സെല്ലിനെ കുറിച്ചാണ്. നമുക്ക് പ്രത്യേകിച്ചും ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് പഠിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ടൈപ്പ് സെല്ല് എന്ന് പറയുന്നത് ലെഡ് ആസിഡ് സെല്ലാണ്, അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ഒരു ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ
ഇത് ഇത്രയും കാലം ഇപ്പോഴും യൂസ് ചെയ്യുന്ന കുറേ വർഷങ്ങളായിട്ടും ഇപ്പോഴും യൂസ് ചെയ്യുന്ന നമ്മൾ കാറുകളിലും വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന വീടുകളിൽ നമ്മൾ ഇൻവെർട്ടറിൻ്റെ കൂടെ നമ്മളെ വീടുകളിൽ കറണ്ട് സ്റ്റോർ ചെയ്യാനും കറണ്ട് പോകുന്ന സമയത്ത് സ്റ്റോർ ചെയ്യാനും യൂസ് ചെയ്യുന്നതും അതുപോലെ നമ്മൾ വാഹനങ്ങളിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ഇപ്പം മോഡേൺ ആയിട്ടുള്ള കാറുകളിൽ ഇതിന് വ്യത്യസ്തമായിട്ട് ആൽക്കലൈൻ നിക്കൽ കാഡ്മിയം നിക്കൽ അയൺ സെൽ ആൽക്കലൈൻ സെല്ലുകളും അതുപോലെ ലിഥിയം അയൺ ബാറ്ററികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും കോമൺ ആയിട്ട് കാണുന്നതാണ് ലെഡ് ആസിഡ് ബാറ്ററി അല്ലെങ്കിൽ ലെഡ് ആസിഡ് സെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലെഡ് ആസിഡ് സെല്ല് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആദ്യം വർക്കിംഗ് പറയാണ്. വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഏതൊരു സെല്ലിലും നമ്മൾ പറഞ്ഞു എന്തുണ്ടാവും, 2 മെറ്റൽ പ്ലേറ്റ്സുകൾ അല്ലെങ്കിൽ ഇലക്ട്രോഡ്സ് ഉണ്ടാവും. അതിൽ പോസിറ്റീവ് ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് എന്ന് വിളിക്കുന്നു, നെഗറ്റീവ് ഇലക്ട്രോഡിനെ കാഥോഡ് എന്ന് വിളിക്കുന്നു. ഇനി അതിലൊരു ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, അത് സൊല്യൂഷൻ, അതിലാണ് ഈ ആനോഡും കാഥോഡും വെച്ചിട്ടുള്ളത്. അതൊരു ബീക്കറിൻ്റെ അകത്തൊരു കണ്ടെയ്നറിനകത്ത് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ലെഡ് ആസിഡ് സെല്ലിൻ്റെ പോസിറ്റീവ് ഇലക്ട്രോഡ് അഥവാ പോസിറ്റീവ് മെറ്റൽ പ്ലേറ്റ് എന്ന് പറയുന്നത് ആനോഡ് എന്ന് പറയുന്നത് എന്താണ്, PbO2 അഥവാ ലെഡ് പെറോക്സൈഡ് ആണ്. ലെഡ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലെഡ് പെറോക്സൈഡ് അഥവാ അല്ലെങ്കിൽ ലെഡ് പെറോക്സൈഡ് അഥവാ PbO2. ഒരു ലെഡും 2 ഓക്സിജനും, ഒരു ലെഡ് ആറ്റവും 2 ഓക്സിജൻ ആറ്റവും കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടായിട്ടുള്ള ലെഡ് പെറോക്സൈഡ് ആണ് ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നത് സ്പോഞ്ചി ലെഡ് അല്ലെങ്കിൽ പ്യുർ ലെഡ് മാത്രമാണ്. അഥവാ ആനോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് രണ്ടിലും നമ്മൾ ഒരേ മെറ്റലിനെ പക്ഷേ രണ്ടിനും വ്യത്യസ്ത കോമ്പിനേഷൻസ് മോളിക്യൂൾസ് ആണ്. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നില്ല, കമ്പോണൻസ് ആണ് യൂസ് ചെയ്തത്. രണ്ടിലും ലെഡാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ലെഡ് ആസിഡ് സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആനോഡും കാഥോഡും ലെഡാണ്. പക്ഷെ ആനോഡിൽ എന്തുണ്ട്, വെറും ലെഡല്ല, ആനോഡിൽ ലെഡ് പെറോക്സൈഡ് ആണ്, കാഥോഡിൽ പ്യുർ ലെഡുമാണ് അഥവാ സ്പോഞ്ചി ലെഡ് എന്ന് നമ്മൾ പറയും. അപ്പോൾ കാഥോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്, സ്പോഞ്ചി ലെഡ് അല്ലെങ്കിൽ ലെഡ് എന്ന് മാത്രം. ഇനി എന്താണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്, നമ്മൾ സൊല്യൂഷൻ അതെന്തായിരിക്കും. ഇപ്പോൾ ലെഡ് ആസിഡ് സെല്ലിൽ ലെഡും ഉണ്ട് ആസിഡും ഉണ്ടെന്ന് മനസ്സിലായി. ഇവിടെ ആസിഡ് ആരാണ്, സൾഫ്യൂരിക് ആസിഡാണ്. നമ്മൾ ഇവിടെയുള്ള ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. അപ്പോൾ ഈ ഒരു ലെഡ് ആസിഡ് സെല്ലിൻ്റെ കേസിൽ പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ആനോഡ് എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡും കാഥോഡ് എന്ന് പറയുന്നത് ലെഡുമാണ്. എന്നാൽ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. ബാറ്ററി ഗ്രേഡ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡാണ്. വളരെ കോൺസെൻട്രേറ്റഡ് ഒന്നല്ല, ഏകദേശം 60% വെള്ളവും അല്ലെങ്കിൽ 64% വെള്ളം 36% സൾഫ്യൂരിക് ആസിഡും വരുന്ന രീതിയിലാണ് ഫുൾ ചാർജ്ഡ് ബാറ്ററിയിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പറയാൻ ആദ്യം വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇതിൻ്റെ കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത് നോക്കാം. ഏതൊരു ബാറ്ററിൻ്റെ വർക്കിങ്ങിലും നമുക്ക് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഡിസ്ചാർജിങ്ങും 2 ചാർജിങ്ങും. ബാറ്ററി ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെന്ത് ചെയ്തു, എക്സ്റ്റേണൽ സർക്യൂട്ടുമായി കണ്ടിട്ട് നമ്മളൊരു ബൾബോ അല്ലെങ്കിൽ ഒരു ഫാനോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ അത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്, അതിൽ നിന്ന് നമ്മൾ കറണ്ട് എടുക്കുക. അതാണ് ഏതെങ്കിലും ഒരു ലോഡിലേക്ക് കറണ്ട് എടുക്കുന്നതിനാണ് ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. അഥവാ അതിൻ്റെ ചാർജ് ചെയ്യുക അഥവാ നമ്മൾ അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുക, അതാണ് അതിൻ്റെ ഡിസ്ചാർജിങ് കണ്ടീഷൻ. ഇനി ചാർജിങ് എന്ന് പറഞ്ഞാൽ എന്താ, തിരിച്ച് നമ്മൾ അതിലേക്ക് അങ്ങോട്ട് കറണ്ട് കൊടുത്തിട്ട് അത് ചാർജ് ചെയ്യാം. അപ്പോൾ ഈ ഡിസ്ചാർജിങ്ങും ചാർജിങ്ങും ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണ് എന്താണ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും കെമിക്കൽ റിയാക്ഷനൊക്കെ നോക്കും. അതിന് മുന്നേ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ആനോഡും കാഥോഡും
PbO2 Pb അത് രണ്ടും എന്താണ് ഡിസ്ചാർജ് ചെയ്ത് അഥവാ ഇതിൽ നമ്മൾ കറണ്ട് വലിക്കുന്ന സമയത്ത് PbSO4 ആയിട്ട് കൺവേർട്ട് ചെയ്യും. PbSO4 അല്ലെങ്കിൽ ലെഡ് സൾഫേറ്റ് ആയിട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യും. അതെങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ഇതിനകത്തുള്ള സൾഫ്യൂരിക് ആസിഡിൽ എന്താ ഉള്ളത്? H2SO4 ആണ്, അഥവാ സൾഫ്യൂരിക് ആസിഡ്. ഈ സൾഫ്യൂരിക് ആസിഡിലെ സൾഫേറ്റ് അയോണുമായി കമ്പൈൻ ചെയ്തിട്ട് ആനോഡും കാഥോഡും PbSO4 ലെഡും സൾഫേറ്റും കൂടെ കമ്പൈൻ ചെയ്ത് ലെഡ് സൾഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ ബാറ്ററി ഇങ്ങനെ ചാർജ് കുറഞ്ഞു വരുന്നതനുസരിച്ച് ആനോഡും കാഥോഡും എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്നാൽ നമ്മൾ ഇതിലുള്ള PbO2 ഈ ഓക്സിജൻ എവിടേക്ക് പോയി? അത് നമ്മൾ എന്താണ് ഇലക്ട്രോലൈറ്റിലുള്ള H2SO4ലുള്ള H2 ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്തിട്ട് H2O വെള്ളമായിട്ട് മാറും. അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്താണ് വീണ്ടും ഡൈല്യൂട്ട് ചെയ്ത് വെള്ളമായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ബാറ്ററി ഫുൾ ഡിസ്ചാർജ്ഡ് കണ്ടീഷനിൽ അതിൽ 90% വെള്ളവും 10% മാത്രം സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ നെഗറ്റീവ് പ്ലേറ്റും പോസിറ്റീവ് പ്ലേറ്റും ലെഡ് സൾഫേറ്റ് ആയിട്ടും കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ തിരിച്ച് റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് കറണ്ട് കൊടുക്കുന്ന സമയത്ത് വീണ്ടും തിരിച്ചത് എന്ത് ചെയ്യും? പഴയ പോലെ തന്നെ നമ്മൾ ആനോഡ് PbO2 കാഥോഡ് Pb ആയിട്ട് ലെഡുമായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇലക്ട്രോലൈറ്റ് വീണ്ടും H2SO4 തന്നെ ആവും. ആ H2Oയിലെ ഓക്സിജൻ പോയിട്ട് എന്ത് ചെയ്യും? ഈ ലെഡുമായി കമ്പൈൻ ചെയ്ത് PbO2 ആയിട്ടും കൺവേർട്ട് ചെയ്യും. ആനോഡായിട്ട് കൺവേർട്ട് ചെയ്യും. കാഥോഡ് Pb ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യും. എന്താണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് തിരിച്ച് H2SO4 ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ ഇത് പഴയ കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്തിട്ട് പഴയ അവസ്ഥയിലേക്ക് തന്നെ വരും. ഫുൾ ചാർജ്ഡ് കണ്ടീഷനിലാകുമ്പോൾ വീണ്ടും 64% വെള്ളവും 36% സൾഫ്യൂരിക് ആസിഡും അതുപോലെ തന്നെ ആനോഡും കാഥോഡും PbO2 Pb ആയിട്ട് തന്നെ കൺവേർട്ട് ആകും. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും സംഭവിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള ബാറ്ററി, ആ ഫുൾ ചാർജ് ആയിട്ടുള്ള ബാറ്ററിൻ്റെ കണ്ടീഷനിൽ പോസിറ്റീവ് പ്ലേറ്റ് ആനോഡ് എന്ന് പറയുന്നത് PbO2 കാഥോഡ് Pb ആണ്, നമുക്കറിയാം. ഇനി ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം നിന്ന് കറണ്ട് എന്ത് ചെയ്യും? സെൻഡ് ചെയ്യാന്നല്ലേ, എക്സ്റ്റേണൽ ലോഡിലേക്ക് കറണ്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് H2SO4 നമ്മൾ സൾഫ്യൂരിക് ആസിഡ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സൾഫ്യൂരിക് ആസിഡ് നമ്മൾ ഇത് എക്സ്റ്റേണൽ സർക്യൂട്ടുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൾഫ്യൂരിക് ആസിഡ് H2+ അയോൺസ് H+ അയോൺസും രണ്ട് H2SO4ലെ എന്താണ് സൾഫ്യൂരിക് ആസിഡിലെ ഹൈഡ്രജൻ എന്ത് ചെയ്യും? H+ അയോൺസായി മാറും. അപ്പോൾ ഇതിൽ H2 ഉണ്ടാകുമ്പോൾ 2H+. ഇപ്പോൾ ഒരു സൾഫ്യൂരിക് ആസിഡ് മോളിക്യൂളിൽ തന്നെ 2 ഹൈഡ്രജൻ അയോൺസ് എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. പിന്നെ SO4 2- അയോൺസും 2 നെഗറ്റീവുള്ള SO4 2- അയോൺസും H+ അയോൺസ് 2 ഇങ്ങനെ ആയിട്ട് വിഘടിക്കും. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആദ്യം സൾഫ്യൂരിക് ആസിഡ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് എന്താകും? H+ അയോൺസും SO4 2- അയോൺസും ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ഇതിലുള്ള SO4 2- അയോൺസ് നേരെ കാഥോഡുമായി റിയാക്ട് ചെയ്തിട്ട് കാഥോഡിൽ എന്താ ഉണ്ടാവുക? Pb ആണ്. ലെഡ് ഇതുമായി കമ്പൈൻ ചെയ്യണമെങ്കിൽ ലെഡ് ഇപ്പോൾ ആൾറെഡി ആറ്റാണുള്ളത്, അതിനെ അയോൺ ആക്കണമെങ്കിൽ അതിന് ഇലക്ട്രോൺസ് പുറത്തു വിടണം. ആ 2 ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? അത് പുറത്തേക്ക് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും? ഈ Pbയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് PbSO4 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസ് എവിടെ പോകുന്നു? ഈ ഇലക്ട്രോൺസാണ് നമ്മളെ നേരെ ഇതിലുള്ള ഈ സർക്യൂട്ടിലൂടെ നേരെ പാസ് ചെയ്ത് നമുക്ക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആയിട്ട് കറണ്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ഒറ്റ ആറ്റത്തിൻ്റെ കേസിൽ 2 ഇലക്ട്രോൺസ് പുറത്തു വിടുന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ആറ്റംസ് ഉണ്ടാകുമ്പോൾ കോടിക്കണക്കിന് ഇലക്ട്രോൺസ് ഉണ്ടാവും.
ആ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ് നമുക്ക് ഫ്ലോ ഓഫ് കറണ്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ആനോഡ് കാഥോഡ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ SO4- അയോൺസ് നേരെ PB ചെന്നുമായി കമ്പൈൻ ചെയ്ത് PbSO4 ആവും, 2 ഇലക്ട്രോൺസിനെ പുറത്തു വിടും. ഈ ഇലക്ട്രോൺസ് ഇതിലിങ്ങനെ ചെന്നിട്ട് പുറത്ത് ആനോഡിൽ ചെല്ലുമ്പോഴത്തിന് ആനോഡത്തെ PbO2 എന്ത് ചെയ്യും, PbO2 എന്തായിട്ട് മാറും, PbO2 അതിനും നിൽക്കപ്പുറത്തി ഉണ്ടാവില്ല, അതെന്ത് ചെയ്യും, PbO2 ഓക്സിജൻ അയോൺസും ലെഡ് അയോൺസായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഓക്സിജന് നമ്മൾ ആൾറെഡി സൾഫ്യൂരിക് ആസിഡ് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്തിട്ട് H+ അയോൺസും ഓക്സിജനും കമ്പൈൻ ചെയ്ത് H2O വെള്ളമായിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെന്തുണ്ടാവും, ബാക്കി എന്തുണ്ടാവും, PB ലെഡ് ഉണ്ടാവും, PB. ആ PB എന്തായിട്ട് മാറും, PB അയോൺസ് എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ഇതിലുള്ള സൾഫേറ്റ് അയോൺസുമായി കമ്പൈൻ ചെയ്തിട്ട് അതിന് സ്ഥിരത ഉണ്ടാവില്ല, അപ്പോൾ അതും ഇലക്ട്രോലൈറ്റിലുള്ള സൾഫേറ്റ് അയോൺസുമായി കമ്പൈൻ ചെയ്തിട്ട് PbSO4 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആനോഡും കാഥോഡും എന്തായി, PbSO4 ആയി. ആനോഡിൽ ഉണ്ടാകുമ്പോൾ ഓക്സിജന് നമ്മൾ ഈ ഇലക്ട്രോലൈറ്റിലേക്ക് H2O ആയിട്ട് മാറി. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആദ്യം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇലക്ട്രോലൈറ്റ് ഹൈഡ്രജൻ അയോൺസും സൾഫേറ്റ് അയോൺസുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഈ സൾഫേറ്റ് അയോൺ PBയുമായി കമ്പൈൻ ചെയ്ത് PbSO4 ആവും, 2 ഇലക്ട്രോൺസിന് പുറത്തിടും. അത് നമ്മൾ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, അത് നമ്മൾ കറണ്ടിൻ്റെ ഫ്ലോ ഇട്ടും. അപ്പോൾ ആ ഇലക്ട്രോൺസ് ആനോഡ് ചെല്ലുമ്പോൾ ആനോഡിൽ PbO2 ഉള്ളത്, ആ PbO2 സ്ഥിരത നഷ്ടപ്പെട്ട് PB എന്ത് ചെയ്യും, അയോൺസും ഓക്സിജനും അയോൺസും ഓക്സിജൻ നെഗറ്റീവ് അയോൺസും ആവും. അപ്പോൾ ഈ ഓക്സിജൻ നെഗറ്റീവ് അയോൺസ് കൊണ്ട് നമ്മൾ ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ വെറുതെയൊക്കെയല്ലേ, അതുമായി കമ്പൈൻ ചെയ്ത് H2O വെള്ളമായിട്ട് മാറും. ഈ PBക്ക് സ്ഥിരത ഉണ്ടാവില്ല, അത് നേരെ അതും നമ്മളെ ഇലക്ട്രോലൈറ്റിലുള്ള SO4മായി കമ്പൈൻ ചെയ്തിട്ട് PbSO4 ആവും. അപ്പോൾ ആനോഡും കാഥോഡും PbSO4 ആവും, ഇലക്ട്രോലൈറ്റ് വെള്ളമായിട്ട് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നത്. അതിൻ്റെ കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. PbO2 + H2 + H2SO4 ഗീവ്സ്, ഇവിടെ ഒരു ഗീവ്സും കൂടെ ഉണ്ട് കേട്ടോ, ഗീവ്സ് PbSO4 + 2H2O. PbO2 + ഹൈഡ്രജനും H2SO4 കൂടി കമ്പൈൻ ചെയ്യുന്ന സമയത്ത് PbSO4 + H2O വെള്ളവും PbSO4 ആയിട്ട് കൺവേർട്ട് ചെയ്യും. കാഥോഡിൽ ലെഡും സൾഫേറ്റും കമ്പൈൻ ചെയ്തിട്ട് ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും. ആനോഡിൽ ലെഡ് പെറോക്സൈഡും അല്ല നമ്മൾ നേരത്തെ വിഘടിച്ച ഹൈഡ്രജൻ അയോൺസും അതുപോലെ തന്നെ നമ്മൾ ആൾറെഡി സൾഫ്യൂരിക് ആസിഡിലെ SO4 കൂടെ കമ്പൈൻ ചെയ്തിട്ട് PbSO4ഉം H2O ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ചാർജിങ് ആണ്. ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, തിരിച്ച് നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് കറണ്ട് DC നമ്മൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോൺസിനെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ആവും. ആ കെമിക്കൽ റിയാക്ഷൻ റിവേഴ്സ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇപ്പോൾ ആൾറെഡി ഇതെന്തായിട്ട് ആനോഡ് എന്തായിട്ട് മാറി, PbSO4 ആയിട്ട് മാറി, കാഥോഡ് രണ്ടും PbSO4 ആയിട്ട് മാറി. നമ്മൾ കറണ്ട് അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് വീണ്ടും ഈ PbSO4ന് അഥവാ നമ്മൾ കറണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ സപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇലക്ട്രോൺസ് വന്നിട്ട് ഇതിനെന്ത് ചെയ്യും, വീണ്ടും അയോൺസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന സ്ഥിരത നഷ്ടപ്പെടുത്തിയിട്ട് വീണ്ടും ഇലക്ട്രോൺസ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ കാഥോഡിലെയും ആനോഡിലെയും ലെഡ് എന്തായിട്ട് മാറും, വീണ്ടും അത് അയോൺസ് ആയിട്ട് തിരിച്ച് നമ്മൾ കാഥോഡിലുള്ള PbSO4 കാഥോഡിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോൺസ് ഇല്ല, അപ്പോൾ ആ കാഥോഡിലെ PB എന്തായിട്ട് ഇലക്ട്രോൺസിനെ കിട്ടുമ്പോൾ വേഗം എന്ത് ചെയ്യും, ലെഡ് സൾഫേറ്റ് ആയിട്ടുള്ള സംഭവം വീണ്ടും ലെഡ് ആയിട്ട് തന്നെ മാറും. ഈ സൾഫേറ്റിനെ പതുക്കേണ്ട ഒഴിവാക്കും, അപ്പോൾ അത് വീണ്ടും ലെഡാവും. അതിലെ സൾഫേറ്റ് ആ 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ചിട്ട് അത് എന്താണ് ലെഡായിട്ട് മാറും. അതിൽ സൾഫേറ്റ് പുറത്ത് പോകും. ആ സൾഫേറ്റ് വീണ്ടും സൾഫേറ്റിന് സ്ഥിരത ഉണ്ടാവില്ല, അത് നേരെ ഇതിലുള്ള H2Oയിലുള്ള വെള്ളത്തെ വിഘടിച്ചിട്ട് നമ്മൾ H2O കൊണ്ട് എന്ത് ചെയ്യും, ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്യും. ആ വെള്ളം എല്ലാ ആറ്റംസും അല്ല, അതിന് കുറച്ച് അതിനെന്ത് ചെയ്യും, ആ ഹൈഡ്രജൻ നമ്മളെ SO4മായി കമ്പൈൻ ചെയ്തിട്ട് തിരിച്ച് നമ്മളെ ഇലക്ട്രോലൈറ്റ് വീണ്ടും H2SO4 ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യും. കാഥോഡ് എന്തായിട്ട് മാറും,
PB ലെഡായിട്ട് മാറും. ആനോഡ് എന്ത് ചെയ്യും? ആനോഡും PbSO4 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ഓക്സിജൻ ഉണ്ടാവുമല്ലോ, ഇതിലുള്ള ഹൈഡ്രജനും H2O വിഘടിച്ചിട്ട് കുറേ ഹൈഡ്രജന് SO4മായി കമ്പൈൻ ചെയ്ത് H2SO4 ആയി. അപ്പോൾ ഇവിടെ കുറേ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ടാവും? ആ ഓക്സിജന് നേരെ ആനോഡിലേക്ക് ചെല്ലും. ആനോഡിലെ PBനെ അസ്ഥിരപ്പെടുത്തിയിട്ട് PBയുമായി കമ്പൈൻ ചെയ്തിട്ട് PbO2 ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യും. ഇതിലെ ബാക്കി SO4 അതും നമ്മൾ വെള്ളത്തിലേക്ക് വന്നിട്ട് അഥവാ ഇലക്ട്രോലൈറ്റിലേക്ക് വന്നിട്ട് അതും H2SO4 ആയിട്ട് കൺവേർട്ട് ചെയ്യും. H2SO4 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് നമ്മൾ കറണ്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ്? ആനോഡ് കാഥോഡ് ഇപ്പോൾ PbSO4 ആണ്. ആനോഡും കാഥോഡും PbSO4 ആണ്. ആ PbSO4ലെ കാഥോഡിലെ SO4നെ പതുക്കെ തട്ടിയിട്ട് PB ആയിട്ട് അതിലെ ഇലക്ട്രോൺസിനെ സ്വീകരിച്ചിട്ട് അത് PB ആവും. അപ്പോൾ SO4 എന്ത് ചെയ്യും? നേരെ ഇലക്ട്രോലൈറ്റ് പോയിട്ടുള്ള ഹൈഡ്രജനെ കമ്പൈൻ ചെയ്തിട്ട് അത് നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അതിൽ നിന്ന് ഒരുപാട് നമ്മൾ വെള്ളത്തേക്ക് ജസ്റ്റ് കറണ്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? ആ വെള്ളത്തിൽ ഒരു ഇലക്ട്രോഡ് വെച്ചിട്ട് കറണ്ട് കൊടുത്താൽ ഹൈഡ്രജൻ ആറ്റംസും ഓക്സിജനും വേർതിരിയും അല്ലേ? അത് സ്വാഭാവിക പ്രക്രിയയാണ്. അപ്പോൾ ആദ്യത്തെ ഹൈഡ്രജനും ഓക്സിജനും എന്ത് ചെയ്യും? വെള്ളത്തിലത്തെ ഹൈഡ്രജനും ഓക്സിജനും വിഘടിച്ചിട്ട് ഹൈഡ്രജൻ അയോൺസ് ഓക്സിജൻ അയോൺസ് കൺവേർട്ട് ചെയ്യും. ഈ ഓക്സിജനും ഹൈഡ്രജനും എന്ത് ചെയ്യും? ഓക്സിജൻ നേരെ നമ്മൾ ആനോഡിൽ ചെന്നിട്ട് ലെഡുമായി കമ്പൈൻ ചെയ്തിട്ട് PbO2 ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യും. അതിൽ ഹൈഡ്രജൻ ആറ്റംസ് നേരെ SO4മായി കമ്പൈൻ ചെയ്തിട്ട് H2SO4 തിരിച്ച് ഇലക്ട്രോലൈറ്റ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യും. തിരിച്ച് H2SO4 ആയിട്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന SO4ഉം ബാക്കി കാഥോഡ് ഉണ്ടാകുന്ന SO4ഉം ഈ ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് H2SO4 ആവും. അപ്പോൾ നമ്മൾ ഫുൾ ചാർജായിട്ട് നമ്മൾ ഫുള്ള് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഈ ആനോഡും കാഥോഡും PbO2ഉം PB ആവുകയോളം ഈ പ്രക്രിയ നടക്കും. അങ്ങനെ തിരിച്ച് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ആനോഡും എന്തായി മാറും? PbO2ഉം കാഥോഡ് തിരിച്ച് PB ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യും. പിന്നെ ഫർദറായിട്ട് നമ്മൾ വെള്ളം വിഘടിക്കൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഫർദറായിട്ട് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്താണ് 64% വെള്ളവും 36% H2SO4 അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡുമായിട്ട് തന്നെ തിരിച്ചെന്ത് ചെയ്യും? ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ആവും. ഇങ്ങനെയാണ് ചാർജ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്തുള്ള കെമിക്കൽ റിയാക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് കാഥോഡിൽ എന്ത് സംഭവിക്കുന്നത്? നമ്മൾ തിരിച്ച് PbSO4ഉം ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് തിരിച്ച് PB ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യും. PB പ്ലസ് അതിന് ഇലക്ട്രോലൈറ്റ് H2SO4 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ ആനോഡിൽ നമ്മൾ PbSO4 പ്ലസ് വെള്ളം കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്താണ്? PbO2 പ്ലസ് H2SO4 അഥവാ ലെഡ് പെറോക്സൈഡും സൾഫ്യൂരിക് ആസിഡും സൾഫ്യൂരിക് ആസിഡുമായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യും ആനോഡിൽ. അപ്പോൾ തിരിച്ച് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആനോഡും കാഥോഡും എന്തായിട്ട് മാറും? ആനോഡ് ലെഡ് പെറോക്സൈഡും കാഥോഡ്. ഇത് ആനോഡും കാഥോഡും മുകളിലും താഴെ കൊടുത്തതിൽ വ്യത്യാസമാണ്. ഇത് ആനോഡ് താഴത്താണ്. ആനോഡ് എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡും കാഥോഡ് എന്തായിട്ട് മാറും? ലെഡുമായിട്ട് മാറും. ഇത്രയാണ് ഡിസ്ചാർജിങ് ആൻഡ് ചാർജിങ് ഓഫ് ലെഡ് ആസിഡ് സെല്ലിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കൺസ്ട്രക്ഷൻ ഓഫ് ലെഡ് ആസിഡ് ബാറ്ററിനെ കുറിച്ച് പറയാം.